നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബാർ ചാർട്ടിനെ പറ്റിയിട്ടാണ്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഈ ചാർട്ടുകളിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ കുറേ ചാർട്ട് ടൈപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെങ്കോ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈൻ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ചാർട്ട് ടൈപ്പാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാർ ചാർട്ടിനെ പറ്റിയ ഒരു ട്രേഡർ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബിഗിനർ ലെവലിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ബാർ ചാർട്ട് എന്താണെന്ന് നമ്മൾ ട്രേഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം കംപ്ലീറ്റ് അറിയാൻ ശ്രമിക്കണം. എന്നാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടൊരു ഫീൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബാർ ചാർട്ട് എന്താണെന്ന് നോക്കാം. ഈ ബാർ ചാർട്ട് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ടൈപ്പ് ചാർട്ടിനെയാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കാണുന്ന ഓരോ ഗ്രീനിലും റെഡിലും കാണുന്ന ഓരോ സ്റ്റിക്കിനെയാണ് നമ്മൾ ബാർ എന്ന് പറയുന്നത്. ഓരോ സെഗ്മെൻറ്റ് അത് ഓരോ ടൈം ഫ്രെയിമിലാണ്. അതായത് ഇപ്പോൾ 15 മിനിറ്റ് ആണെന്ന് ടൈം ഫ്രെയിമിലാണ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാർ ഇത് 15 മിനിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് ഈ ഒരു ഇത് വെച്ചിട്ട് പറയാം. ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് നമുക്കറിയാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പൺ ഉണ്ടാവും, ഒരു ഹൈ ഒരു ക്ലോസ് ഉണ്ടാവും, ഹൈ ഉണ്ടാവും, ലോ പ്രൈസ് ഉണ്ടാവും ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ. ഫോർ എക്സാമ്പിൾ 5 മിനിറ്റ് എന്ന് വിചാരിക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഉള്ള ഒരു ക്യാൻഡിലാണ് ഇതെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലെ ഓപ്പണും നമുക്ക് കണ്ടാലറിയാം. ആ 5 മിനിറ്റിൽ ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും, ക്ലോസ് ഉണ്ടാവും, ഓപ്പൺ ഉണ്ടാവും. സെയിം അതുപോലെ തന്നെയാണ് നമ്മളെ ബാർ ചാർട്ടിലും വരുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർ ചാർട്ടിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസമാണ്, അതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസമാണ്. ബാർ ചാർട്ട് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ എപ്പോഴും ഒരു ബോഡി പോർഷൻ ഉണ്ടാവും. ഈ ഒരു ബോഡി പോർഷൻ ഉണ്ടാവും. ആ പോർഷനിലാണ് കളർ ഫില്ല് ചെയ്യുന്നത്. മുകളിലേക്കാണെങ്കിൽ ഗ്രീനും താഴേക്കാണെങ്കിൽ റെഡും കളർ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ബാർ ചാർട്ടിലാകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ബാർ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ബോഡി പാർട്ട് ഉണ്ടാവില്ല, പകരം കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. മൊത്തം ബാറിനൊരു കളർ ഉണ്ടാവും. അപ്പോൾ ഗ്രീനാണ് കളർ എന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോയ ബാറാണെന്നും, അതുപോലെ തന്നെ റെഡാണ് കളർ എന്നുണ്ടെങ്കിൽ അത് താഴേക്ക് പോയ ബാറാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബാർ ചാർട്ടിൽ ഓപ്പൺ എപ്പോഴും ലെഫ്റ്റ് സൈഡിലും ക്ലോസ് എപ്പോഴും റൈറ്റ് സൈഡിലും ആയിരിക്കും. ബാറിൻ്റെ അതായത് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കും ഓപ്പൺ, റൈറ്റ് സൈഡിലായിരിക്കും ക്ലോസ്. ഇത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ബാർ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ കളറാണ്. കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് താഴെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ ക്ലോസ് ചെയ്തു എന്നാണ്. അതുപോലെ തന്നെ കളർ റെഡ് ആണെങ്കിൽ അതിനർത്ഥം അത് മുകളിൽ ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു എന്നാണ്, അതായത് ഡൗൺ വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ആണ് നമ്മൾ ബാർ ചാർട്ടിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത്ര സിമ്പിൾ തന്നെയാണ്. ക്യാൻഡിൽസ്റ്റിക് റീഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാർ ചാർട്ട് റീഡ് ചെയ്യുന്നത്. ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾമോസ്റ്റ് സെയിം ഇൻഫർമേഷൻസ് തന്നെയാണ് നമുക്ക് ബാർ ചാർട്ടിൽ അറിയാൻ പറ്റുന്നത്. പക്ഷേ ചാർട്ട് രണ്ട് ടൈപ്പാണ്. ഓരോ ട്രേഡേഴ്സിൻ്റെയും പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ചാർട്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ആൾക്കാരും ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അത് ബാർ ചാർട്ടും നമുക്ക് അറിഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ബാർ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഇൻഫർമേഷൻ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഓപ്പൺ പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്ലോസ് പ്രൈസ്, ഈ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞ ലൈൻ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻ അറിയാൻ പറ്റില്ല. അതിൻ്റെ ക്ലോസ് പ്രൈസുകൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിലും ബാർ ചാർട്ടിലും ഉള്ള ഒരു പ്രധാന പ്രത്യേകത ഇത് തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഒരു പരിധി വരെ മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈൻ ചാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ ചാർട്ടിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ക്ലോസ് എവിടെയാണോ പ്രൈസ് ഉള്ളത് ആ ഒരു പ്രൈസ് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്ത് പോകുന്നത്. അതേസമയം ബാർ ചാർട്ടിലും ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാലറിയാം ഈ ടെയിൽ നമുക്ക് ഹൈയോ ലോവോ, അതുപോലെ തന്നെ ബാർ ചാർട്ടിലും ഹൈയോ ലോയുടെ ടെയിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ടെയിലിൻ്റെ നീളം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വോളറ്റിലിറ്റി നോർമലി കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നമ്മൾ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് കൊടുത്തത്, 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ 1 അവർ ആണെങ്കിൽ 1 ഡേ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ കൊടുത്ത ടൈം ഫ്രെയിമിൽ വോളറ്റിലിറ്റി ഒരുപാട് ടെയിൽ പോർഷൻ മുകളിലേക്കും താഴേക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാണ് ബാറിൻ്റെ ലൈൻ എന്ന് വിചാരിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ചാർട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനർത്ഥം ഇത് മുകളിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് മുകളിലേക്ക് പോയി, ഒരുപാട് താഴേക്കും പോയി, എന്നിട്ട് അവിടെ ഏകദേശം അതേ ലെവലിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പം മുകളിലേക്കും താഴേക്കും പോകുന്ന അളവിന് വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു മുകളിലും അത് പോയി നിൽക്കുന്നില്ല, പർട്ടിക്കുലർലി നിൽക്കുന്നില്ല, താഴെയും വന്ന് ഒരുപാട് നിൽക്കുന്നില്ല. അപ്പം എന്നിട്ട് സെറ്റിലാവുന്നത് ഏകദേശം ഓപ്പൺ ചെയ്ത പ്രൈസ് തന്നെയാണ്. അപ്പോൾ റാൻഡമായിട്ട് മുകളിലും താഴേക്കുള്ള മൂവ്മെൻറ്റ് കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് ചാർട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടുതലാണ്. ഈ മുകളിലേക്കും താഴേക്കുള്ള ടെയിൽ പോർഷൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രാഡേയിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ടെയിലിനൊക്കെ മുകളിൽ, എല്ലാ ചാർട്ടിൻ്റെയും ടെയിലിനൊക്കെ മുകളിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു മാർക്കറ്റ് വോളറ്റിലിറ്റിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതിരിക്കുള്ളൂ, ഒരു ജെന്യുവൻലി സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. അത് റാൻഡം മൂവിൽ തന്നെ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി നോക്കിയിട്ട് വേണം എപ്പോഴും സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ബാർ ചാർട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു യൂസേജാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം പാറ്റേൺ ബേസ്ഡായിട്ടുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോജി, ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് പലതുണ്ട്. അതേ പാറ്റേൺസ് ഒക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ്, മുകളിലേക്കുള്ള ടെയിലിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതും തമ്മിലുള്ള ദൂരം, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമുക്ക് ആ ഒരു പ്രത്യേക പാറ്റേൺസ് നമുക്ക് ഫോം ആവുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു റിവേഴ്സിൽ വരാനായിട്ടൊരു കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ടെയിലിൻ്റെ വലിപ്പം വളരെ വലുതായിട്ട് ഉണ്ടാവില്ല. അതിനർത്ഥം മുകളിലേക്ക് ഒരുപാട് പോയിട്ടില്ല, അത് പോകാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ്. അതിനർത്ഥം ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് സെല്ല് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ബാർ ചാർട്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ബാർ ചാർട്ടിലുള്ള പ്രധാനമായ ഗുണങ്ങൾ. ലൈൻ ചാർട്ടിനോ മറ്റ് ചാർട്ടുകളൊക്കെ അപേക്ഷിച്ച് ബാർ ചാർട്ടും ഏകദേശം ക്യാൻഡിൽ ചാർട്ടും ഏകദേശം ഒരേ ഗുണങ്ങളൊക്കെ തന്നെയാണുള്ളത്. നമുക്ക് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു നമ്മൾ എപ്പോഴൊക്കെയാണ് ഏതൊക്കെ ചാർട്ട് ടൈപ്പാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അത് സാഹചര്യം അനുസരിച്ച് മാറും. നമുക്ക് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് ചാർട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ലൈൻ ചാർട്ടോ മൗണ്ടനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചാർട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ റെങ്കോ ചാർട്ടിലേക്ക് പോകും, കുറച്ചുകൂടെ സിമ്പിളാണ്. അപ്പോൾ അല്ല, നമുക്ക് കുറേ കൂടി ഇൻഫർമേഷനാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ വോളറ്റിലിറ്റി പോലത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം, സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബാർ ചാർട്ടിലേക്കോ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്കോ സ്വിച്ച് ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ 2-3 ടൈപ്പ് ചാർട്ട് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം വേണമെങ്കിലും ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാർ ചാർട്ടിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇത്രയാണ് അടുത്ത് പറയാനുള്ളത്. ഇനിയും ചാർട്ട് ടൈപ്പുകൾ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചാർട്ടിൽ ഉപയോഗിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ടെക്നിക്കലായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ചേർത്ത് അടുത്തടുത്ത വീഡിയോസിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി.